നമസ്കാരം. ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ അല്ലെങ്കിൽ അവൻ്റെ ഒരു ഉയർച്ചയ്ക്ക് പിന്നിൽ സ്ത്രീ ഉണ്ടാകുമെന്ന് പറയപ്പെടാറുണ്ട്. പക്ഷേ അത് ഏത് വിഭാഗത്തിലെന്ന് നമ്മൾ ഒരിക്കലും സംസാരിക്കാറില്ല. അതെ, ഒരു പുരുഷന്റെ നല്ല വഴിയുള്ള നടപ്പിനും മോശം വഴിയുള്ള നടപ്പിനും ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞു വെക്കാൻ സാധിക്കും. അതാണ് സത്യത്തിൽ അസദിന്റെ, അതായത് ബാഷർ അൽ അസദിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഭാര്യയിലൂടെ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നതും അതേ കാര്യം തന്നെയാണ്. വിമത സൈന്യം സിറിയ പിടിച്ചടക്കിയതിനെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട് രാജ്യം വിട്ട പ്രസിഡന്റ് ബാഷർ അൽ അസദിൽ നിന്നും നല്ല നടപ്പ് മൂലം ഇപ്പോൾ വിവാഹമോചനം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഭാര്യ. റഷ്യയിലെ ജീവിതത്തിൽ തൃപ്തിയാകാത്തതിനെ തുടർന്നാണ് അത്രേ വിവാഹമോചനത്തിന് ഭാര്യ അപേക്ഷ നൽകിയതായിട്ടുള്ള തുർക്കി അറബ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. വിമതസേന സിറിയ പിടിച്ചടക്കിയതിനെ തുടർന്ന് റഷ്യയിൽ കുടുംബത്തോടൊപ്പമാണ് ബാഷർ അൽ അസദ് അഭയം തേടിയത്. 49-കാരിയായിട്ടുള്ള അസ്മ റഷ്യൻ കോടതിയിൽ വിവാഹമോചന അപേക്ഷ ഫയൽ ചെയ്ത് മോസ്കോ വിടാനായിട്ട് പ്രത്യേക അനുമതി തേടിയിരിക്കുകയാണ്. അപേക്ഷ റഷ്യൻ അധികാരികൾ പരിശോധിച്ച് വരികയാണെന്നാണ് റിപ്പോർട്ടുകളൊക്കെ. സ്വന്തം നാടായിട്ടുള്ള ലണ്ടനിലേക്ക് മാറാനാണ് ഭാര്യ അസ്മ ആഗ്രഹിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രിട്ടീഷ് സിറിയൻ പൗരയായിട്ടുള്ള അസ്മ ലണ്ടനിലാണ് ജനിച്ച് വളർന്നത്. 2000-ൽ അസ്മയുടെ 25-ാം വയസ്സിലേക്കാണ് സിറിയയിലേക്ക് താമസം മാറിയത്. അതേ വർഷം തന്നെയായിരുന്നു ഇരുവരുടെയും വിവാഹവും. 2000-ലാണ് ബാഷർ അൽ അസദ് പിതാവിന്റെ പിൻഗാമിയായി സിറിയയുടെ ഭരണം ഏറ്റെടുക്കുന്നത്. നീണ്ട 24 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് അധികാരം നഷ്ടമാകുന്നത്. 1971 മുതൽ 2000 വരെ പിതാവ് ഹഫീസ് അൽ അസദിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു റഷ്യ അഭയം നൽകിയെങ്കിലും അസദിന് കടുത്ത നിയന്ത്രണങ്ങൾ റഷ്യയിലുണ്ട്. മോസ്കോ വിട്ടു പോകാനോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ ഒന്നും അനുവാദമില്ല. 270 കിലോഗ്രാം സ്വർണം, $2 ബില്യൺ മോസ്കോയിലെ 18 അപ്പാർട്ട്മെന്റുകൾ എന്നിവയുൾപ്പെടെ ബാഷർ അസദിന്റെ പണവും സ്വത്തുക്കളുമെല്ലാം റഷ്യൻ അധികൃതർ മരവിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതേസമയം അസ്മ ക്യാൻസർ രോഗബാധിതയാണെന്നും ഇപ്പോൾ രോഗാവസ്ഥ ഗുരുതരമാണെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നതാണ്. സാമ്പത്തിക കാര്യ വിദഗ്ധയായിട്ടുള്ള അവർ JP മോർഗൻ ഉൾപ്പെടെയുള്ള വൻകിട ധനകാര്യ സ്ഥാപനങ്ങളിൽ നേരത്തെ ഉന്നത പദവികളിൽ ജോലി ചെയ്തിരുന്ന വ്യക്തി കൂടിയാണ്. അസ്മയുടെ ഉപദേശം അനുസരിച്ചിട്ടാണ് അസദ് റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ സിറിയയിൽ നിന്ന് തട്ടിയെടുത്ത പണം നിക്ഷേപിച്ചത് എന്നുള്ള ആക്ഷേപവുമൊക്കെ ഉയരുന്നുണ്ട്. അസദ് രാജ്യം വിടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അസ്മയും മക്കളും റഷ്യയിൽ എത്തിയിരുന്നു. അസദ് അസ്മ ദമ്പതികൾക്ക് 3 മക്കളാണുള്ളത്. അരനൂറ്റാണ്ട് നീണ്ടുനിന്ന അസദ് കുടുംബത്തിന്റെ ഏകാധിപത്യ ഭരണത്തിന് വിരാമമിട്ടാണ് വിമതർ അധികാരം പിടിച്ചത്. വിമതരുടെ ശക്തി മനസ്സിലാക്കിയ അസദ് റഷ്യ അയച്ചുകൊടുത്ത വിമാനത്തിലാണ് രക്ഷപ്പെട്ടത്. വിശ്വസ്തരായ അനുയായികളെയും സ്വന്തം സഹോദരങ്ങളെയും പോലും കബളിപ്പിച്ചാണ് ഇയാൾ രാജ്യം വിട്ടത് എന്ന് ആരോപണം ഉയർന്നിരുന്നു. കൂടാതെ ടൺ കണക്കിന് നോട്ടുകെട്ടുകളാണ് ഇയാൾ സിറിയയിൽ നിന്ന് റഷ്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 20ഓളം അത്യാഡംബര അപ്പാർട്ട്മെന്റുകളാണ് അസദിന് റഷ്യയിൽ സ്വന്തമായിട്ടുള്ളതെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏത് സാഹചര്യത്തിലാണ് അസ്മ വിവാഹമോചനത്തിന് ഒരുങ്ങുന്നത് എന്ന കാര്യം ഇനിയും വ്യക്തമല്ല. എന്തായാലും ഭർത്താവിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഭാര്യ വിട്ടുപോവുകയാണോ എന്നുള്ള പാപ്പരാസികളുടെ സംസാരമടക്കം ഈ അന്തരീക്ഷത്തിൽ ഇതിനെക്കുറിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദി.